അധികാരം പലർക്കും ആജ്ഞാപിക്കാനുള്ള പദവിയാണ്. എന്നാൽ മറ്റു ചിലർക്ക് അത് ഒരു തപസ്സാണ്. ജനങ്ങൾക്കിടയിൽ ഉരുകിത്തീരാനുള്ള ഒരു നിയോഗം. കേരളം സ്നേഹത്തോടെ രാജേട്ടൻ എന്ന് വിളിച്ച വി.കെ. രാജൻ എന്ന ആ വലിയ മനുഷ്യൻ ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു. മന്ത്രിമന്ദിരത്തിന്റെ പകിട്ടിനേക്കാൾ അദ്ദേഹം സ്നേഹിച്ചത് തന്റെ നാട്ടിലെ സാധാരണക്കാരുടെ ഉമ്മറപ്പടികളെയാണ്. സെക്യൂരിറ്റിയുടെ അകമ്പടിയോ പ്രോട്ടോക്കോളിന്റെ തടസ്സങ്ങളോ ഇല്ലാതെ ഏതു വീടിന്റെയും വാതിൽക്കൽ ഒരു മടിയുമില്ലാതെ കടന്നു ചെല്ലാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. നാട്ടുകാർക്ക് അദ്ദേഹം മന്ത്രിയായിരുന്നില്ല, മറിച്ച് അവരുടെ സ്വന്തം രാജേട്ടനായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ രാത്രികളും പുലർച്ചെ 3 മണി വരെ നീളുന്ന സേവനത്തിൻ്റേതായിരുന്നു. ഉറക്കമില്ലാത്ത ആ രാത്രികളിൽ തന്റെ മുന്നിലെത്തിയ നിവേദനങ്ങൾ അദ്ദേഹം വായിച്ചു തീർക്കുമായിരുന്നു. അദ്ദേഹത്തിന് അത് വെറും കടലാസുകളായിരുന്നില്ല, ഓരോ പാവപ്പെട്ടവന്റെയും കണ്ണീരും പ്രതീക്ഷയുമായിരുന്നു. സമ്പാദ്യമായി ഒരു ജനതയുടെ സ്നേഹം മാത്രം കൂടെ കൂട്ടിയ ആ വലിയ മനുഷ്യൻ വിടവാങ്ങിയത് സ്വന്തം മകൻ സുനിൽ കുമാറിന്റെ മടിയിൽ കിടന്നായിരുന്നു. ആ വേർപാടിന് ശേഷം ആ ജനകീയ പാരമ്പര്യം താൽക്കാലികമായി അകന്നുപോയെങ്കിലും കൊടുങ്ങല്ലൂരിന്റെ മണ്ണ് ആ പഴയ സ്നേഹത്തിനായി ദാഹിച്ചുകൊണ്ടിരുന്നു. കാലം കുറച്ചുനാൾ ആ വലിയ നന്മയെ അകറ്റി നിർത്തിയെങ്കിലും പ്രിയപ്പെട്ട രാജേട്ടന്റെ ഓർമ്മകൾ ആ മണ്ണിൽ ബാക്കിയുണ്ടായിരുന്നു. അച്ഛൻ വെട്ടിത്തെളിച്ച അതേ ലാളിത്യത്തിന്റെ പാതയിലൂടെ അഡ്വക്കേറ്റ് വി.ആർ. സുനിൽ കുമാർ കടന്നുവന്നു. അച്ഛൻ പകർന്നു നൽകിയ അതേ കരുതലും സ്നേഹവും സുനിൽ കുമാറിലും ജനങ്ങൾ കണ്ടു. അച്ഛൻ വെട്ടിത്തെളിച്ച പാതയിലൂടെ മകൻ വന്നപ്പോൾ കൊടുങ്ങല്ലൂർ നൽകിയത് സമാനതകളില്ലാത്ത പിന്തുണയായിരുന്നു. കഴിഞ്ഞ തവണ 28,000-ത്തിലധികം വോട്ടുകളുടെ വമ്പിച്ച ഭൂരിപക്ഷം നൽകിക്കൊണ്ടാണ് കൊടുങ്ങല്ലൂർ അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയത്. ഇന്ന് ആ വിശ്വാസത്തോടെ 3ാം തവണയും ജനവിധി തേടുമ്പോൾ സുനിൽ കുമാറിന്റെ കരുത്ത് ജനങ്ങളോടുള്ള ഈ ആത്മബന്ധമാണ്. അധികാരത്തിന്റെ ദൂരമില്ലാതെ സാധാരണക്കാരനെ ചേർത്തുപിടിക്കുന്ന ആ പഴയ ശൈലി ഇന്നും തുടരുന്നു. കാരണം തലമുറകൾ മാറിയാലും നന്മയുടെ മണം മാറില്ലല്ലോ. മനുഷ്യത്വം തന്നെയാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയുടെ പ്രിയപ്പെട്ടവർ. അവർക്ക് അധികാരം എന്നത് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു വഴി മാത്രമായിരുന്നു. പദവികൾ വരുമ്പോഴും പോകുമ്പോഴും മാറാത്ത ആ ലാളിത്യം, സാധാരണക്കാരന്റെ സങ്കടം സ്വന്തം സങ്കടമായി കാണുന്ന ആ വലിയ മനസ്സ്, അത് രാജേട്ടനിൽ തുടങ്ങി സുനിൽ കുമാറിലൂടെ ഇന്നും കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ തണലായി പടരുന്നു. തലമുറകൾ മാറിയാലും കാലം മാറിയാലും നന്മയുടെ ഈ പാരമ്പര്യം ഒരിക്കലും മായില്ല. ജനകീയതയുടെ ആൾരൂപമായിരുന്ന വി.കെ. രാജന്റെ പാവനമായ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം. ആ നന്മയുടെ വഴിയിൽ പതറാതെ മുന്നോട്ട് നീങ്ങുന്ന വി.ആർ. സുനിൽ കുമാറിന് അഭിവാദ്യങ്ങൾ. ഇതുപോലെ നമ്മുടെ സമൂഹത്തിന് തണലായ നല്ല മനുഷ്യരുടെ ഓർമ്മകളും ജീവിതകഥകളും ഇനിയും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.